ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ റെസിപ്പി വീഡിയോ അല്ല, ഒരു ചെറിയ വ്ളോഗാണ്. എനിക്ക് ലാസ്റ്റ് വീക്ക് ഒരു ഓർഡർ ഉണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഇതിൽ ഫുള്ളായിട്ടൊന്നും വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, നല്ല ബിസി ആയിരുന്നു. 2 കേക്കും അതുപോലെ മിൽക്ക് കേക്ക്, മുട്ടമാല, പിന്നെ കുഞ്ഞിക്കൽത്തപ്പായിരുന്നു അന്നത്തെ ഓർഡർ. കേക്ക് ചെയ്തത് 2 ഫ്ലേവറിലായിരുന്നു. ഒന്ന് സ്പാനിഷ് ഡിലൈറ്റും അതുപോലെ മിൽക്കിനട്ടും. ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഫ്രൈഡേ ആയിരുന്നു ഓർഡർ. അന്ന് രാവിലെ മോൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അവൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ്. 6:15 ബസ് വരും. ഫസ്റ്റ് തന്നെ മുട്ടമാലയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി മുട്ട, എഗ് യോക്കും വൈറ്റൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് അരിപ്പയിൽ വെച്ചിട്ട് എഗ് യോക്ക് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പാത്രം വെച്ച് അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. 1.5 കപ്പ് പഞ്ചസാരയും 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതിൻ്റെ അപ്പം ഉണ്ടാക്കാനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് മുട്ടേൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദയും ഏലക്കാപ്പൊടിയും കോക്കനട്ട് പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് ഇതൊന്ന് അടിച്ചെടുത്ത് ഒരു സ്റ്റീമറിൽ വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. സിറപ്പ് അവിടെ റെഡിയായി വരുന്നേ ഉള്ളൂ. അപ്പോഴേക്കും മോൾക്ക് പോകേണ്ട ടൈം ആയിട്ടുണ്ട്. അവൾ പോയതിന് ശേഷമാണ് പിന്നെ ഞാൻ മാല ഉണ്ടാക്കുന്നത്. സിറപ്പ് ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ കൂടി മാല ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതും ഇതുപോലെ തന്നെ ഒഴിച്ച് റെഡിയാക്കിയെടുക്കാം. അങ്ങനെ മൊത്തത്തിൽ ഞാനിവിടെ മാല ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാനായി മാറ്റി വെക്കാം. ഇത് ഞാനൊരു 35 മുട്ടക്കാണ് ഉണ്ടാക്കിയെടുത്തത്. ഇനി കുഞ്ഞിക്കൽത്തപ്പാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ജീരകശാല അരി കുതിർത്ത് വെച്ചതാണ്. അത് കഴുകി വൃത്തിയാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചുട്ടെടുക്കാം. ഇതുപോലെ ഓരോ തവി മാവ് ഒഴിച്ച് ചുട്ടെടുക്കാം. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന് ഓയിൽ കുറച്ചേ പാടുള്ളൂ. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മാറ്റി വെക്കാം. അങ്ങനെ എല്ലാതും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള തേങ്ങ മിക്സ് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി തേങ്ങയും പഞ്ചസാരയും ഏലക്കാപ്പൊടിയും ചേർത്ത് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. മുട്ടമാല ചൂടാറിയതിന് ശേഷം ഇതുപോലെ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. കുഞ്ഞിക്കൽത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പാക്ക് ചെയ്യണം. പിന്നെ ക്ലീനിങ് ഉണ്ട്. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. അതിപ്പോൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ അന്നത്തെ ദിവസം ഫ്രൈഡേ ആയതുകൊണ്ട് ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. ചിക്കൻ ബിരിയാണിയാണ്. ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കുഞ്ഞിക്കൽത്തപ്പം പാക്ക് ചെയ്തത്. ഇത് വാങ്ങാൻ ഒരു 3 മണിക്കൊക്കെ വരുമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 3 മണിയാകുമ്പോഴത്തേക്ക് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് കേക്കാണ് ചെയ്യുന്നത്. ഒരു കേക്ക് ഞാൻ തലേന്ന് രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് സ്പാനിഷ് ഡിലൈറ്റാണ്. അതും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇവിടെ 2 കേക്ക് റെഡി ആയിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ കൂടെയുള്ള മിൽക്ക് കേക്കും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് അന്നത്തെ ദിവസം ചെയ്ത ഓർഡറുകൾ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.